ഇങ്ങനെ മോന്ത കണ്ടാൽ തന്നെ അറിയാം ഇതുങ്ങളെല്ലാം വലിച്ച് കീറി അടുപ്പി വയ്ക്കാനാണ് ഇരിക്കണം എന്നുള്ളത്. അവിടെ സ്വീറ്റ് ഹാർട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി ചെല്ലാൻ എനിക്ക് എടാ ദിസ് ഈസ് ഇതിൽ എടാ സൂപ്പർ ഗേളിൻ്റെ എക്സ്ക്ലൂസീവ് ക്ലിപ്പ് വന്നതുപോലെ തന്നെ ഈവിൾ ഡെഡ് ബേണിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു ദിവസമായി. സോ ഇതിനകത്ത് പറയണമെന്ന് വെച്ചാൽ ലൈക്ക് ഒരു വീട്, ആ വീട്ടിനകത്തുള്ള ലിവിംഗ് റൂമിനകത്ത് ഒരു പൊസസ്ഡ് ലേഡി ഈ പറഞ്ഞതുപോലെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചുകൊണ്ടിരിക്കണം, ഗ്ലാസും പിടിച്ച് വെച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പേടിച്ചരണ്ടിരിക്കണം ബാക്കിയുള്ളവർ. സോ പുള്ളിക്കാരി ഒരു പെഗ് അടിക്കാനായിട്ട് ചിയേഴ്സ് കൂടെ ഉള്ളവർക്ക് പറയും പോലെ ആ ഒരു മെഴുകെടുത്ത് അങ്ങ് കുടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് എനിക്ക് ഓക്കാനം വന്നു. അപ്പോൾ അത് കണ്ടിട്ട് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ അതിനെ വല്ലവിധനൊന്ന് പിടിച്ച് കഥ തുറന്ന് അകത്ത് അണ്ടർഗ്രൗണ്ടിനകത്ത് ചവിട്ടി തള്ളി വിട്ട് എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടാന്ന് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിലുള്ള ഒരു ലേഡിയുടെ ഹസ്ബൻഡ് എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ മോന്ത കണ്ടാൽ തന്നെ അറിയാം ഇതുങ്ങളെല്ലാം വലിച്ച് കീറി അടുപ്പി വയ്ക്കാനാണ് ഇരിക്കണം എന്നുള്ളത്. അവിടെ സ്വീറ്റ് ഹാർട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി ചെല്ലാൻ എനിക്ക് പിടിച്ച് നിർത്തുകയാണ്. അപ്പോൾ ഒരു വിസിലൊക്കെ അടിച്ച് എനിക്ക് തോന്നുന്നു ലൈക്ക് പുള്ളിക്കാരൻ്റെ ഡോഗായിരിക്കും കൊണ്ടിങ്ങനെ നിർത്തുന്നിടത്താണ് ഈ ഒരു ക്ലിപ്പ് തീരണത്. അപ്പോൾ ഇനി കണ്ടറിയാം ഇനി ബാക്കി ഈ പടം വരുമ്പോൾ എന്തിനാണ് ഏതാണെന്നുള്ള സ്ഥിരം വെട്ടിക്കീറലും കുത്തിക്കൊല്ലലും ആയിരിക്കും. സോ എന്തായാലും ബാക്കി പടം വരട്ടെ, പടം വന്നിട്ട് സംസാരിക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ എക്സ്ക്ലൂസീവ് ക്ലിപ്പ് ഓഫ് ഈവിൾ ഡെഡ് ബേൺ.